നമുക്കിത് കല്യാണ വീട്ടിലെ അതേ ടേസ്റ്റിൽ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഞാനിന്ന് 2.5 കിലോ അരിയാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സ്പൈസസൊക്കെ ഏകദേശം ഈ ഒരു അളവിലെടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ ഒരു 3 തക്കാളിയും 3 വെളുത്തുള്ളി കൂടി മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം തക്കാളി ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. കഴുകി വാരി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് കൂടി നിൽക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം. അതേ ടൈമിൽ തന്നെ നമുക്കതിന് വേണ്ടുന്ന സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അതേ ഓയിലിൽ തന്നെ കശുവണ്ടിയും കിസ്മിസ് ആഡ് ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതവിടെ മാറ്റി വയ്ക്കാം. വേണമെങ്കിൽ അല്പം കളർ ആഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചതിന് ശേഷം അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുത്ത് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ഐറ്റം അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. ഞാൻ ചിക്കൻ 2 മണിക്കൂർ മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ വറുത്തെടുക്കുക. ആ വറുത്ത എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് വേണ്ടുന്ന സവാള ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായുള്ള പൊടികൾ അല്പം ജീരകം, പട്ട, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇത്രയും പൊടികളാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത്. അതെല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 6 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സിയിൽ അരച്ച് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു 15 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കാം. എണ്ണ തെളിയുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാനൊരു 3 മാഗി ക്യൂബ് ചിക്കൻ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അടിപൊളി ബിരിയാണിയാണ്, മസ്റ്റ് ട്രൈ ആണ്.